കർണാടകയിൽ കാനറ ബാങ്കിൽ വൻ കവർച്ച. വിജയപുര ജില്ലയിലെ മനഗുളി ടൗൺ ബ്രാഞ്ചിൽ 59 കോടി രൂപയുടെ കവർച്ചയാണ് നടന്നത്. ലോക്കറിൽ സൂക്ഷിച്ച 59 കിലോഗ്രാം ആഭരണങ്ങളും 5.5 ലക്ഷം രൂപയും കവർന്നിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി. മുഹമ്മദ്, വലിയ കവർച്ചയാണ്. ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, വൻ കവർച്ചയാണ് നടന്നിരിക്കുന്നത്. അതും കൃത്യമായ പ്ലാൻ ചെയ്തിട്ടുള്ള കവർച്ചയാണ് നടന്നിരിക്കുന്നത്. ആകെ 59 കിലോഗ്രാം സ്വർണ്ണമാണ് കവർന്നിരിക്കുന്നത്. അത് ഏതാണ്ട് 53 കോടി രൂപയോളം വില വരുന്ന സ്വർണ്ണമാണ്. മാത്രമല്ല 5,20,000 രൂപയും കവർന്നിട്ടുണ്ട്. ഒരു ബാങ്കിൻ്റെ മെയിൻ ബ്രാഞ്ചിലുള്ള ഒരു അലമാര മുഴുവനായി കവർച്ചക്കാർ കവർന്നുകൊണ്ട് പോയിരിക്കുകയാണ്, അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അത് ജനലിൻ്റെ കമ്പികൾ വളച്ചുകൊണ്ട് അകത്തേക്ക് കയറിയാണ് മോഷണം നടത്തിയിരിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. മാത്രമല്ല, ഇവർ തിരഞ്ഞെടുത്ത ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ്. മെയ് 23 രാത്രിയാണ്, അല്ലെങ്കിൽ മെയ് 23 പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 23ഉം 24ഉം ബാങ്ക് അവധി ദിവസങ്ങളാണ്, 4ാം ശനിയാഴ്ചയും ഒപ്പം തന്നെ ഞായറാഴ്ചയും. അപ്പോൾ ഈ ദിവസങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് കൃത്യമായ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി നടത്തിയ മോഷണമാണിത്. ഒപ്പം തന്നെ ഈ CCTV ഹാർഡ് ഡിസ്ക് ഇവർ ഊരിക്കൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ യാതൊരു ദൃശ്യങ്ങളും ഇതുവരെ പോലീസിനെ സംബന്ധിച്ച് അവർക്ക് ലഭിച്ചിട്ടില്ല. ഇവർ ആദ്യഘട്ടത്തിൽ ഈ ബാങ്ക് അധികൃതർ ഇത്തരത്തിലൊരു മോഷണം നടത്തിയത് കണ്ടെത്താനും ഏറെ പണിപ്പെട്ടു. കാരണം ജനൽ വളച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു കൂടോത്രത്തിൻ്റെതായിട്ടുള്ള ഒരു ചില സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില ബൊമ്മയും അതുപോലുള്ള ചില വരച്ച ചില സാധനങ്ങളുമൊക്കെയായി അത്തരത്തിൽ ആദ്യ ദൃശ്യത്തിൽ, ആദ്യ നോട്ടത്തിൽ ഇതൊരു കൂടോത്രത്തിൻ്റെ ലക്ഷണമാണ് ബാങ്കിൽ നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് സംഭവങ്ങൾ ഉണ്ടായത്. പിന്നീട് രാവിലെ തൊട്ടേ ഇവർ ഇതിൻ്റെ പിറകിലായിരുന്നു. ഉച്ചയോട് കൂടിയിട്ടാണ് മോഷണം നടന്നു എന്ന് ബാങ്ക് അധികൃതർ മനസ്സിലാക്കുന്നത്. പിന്നീട് ഹെഡ് ഓഫീസിൽ അറിയിക്കുന്നു, അവിടെ നിന്ന് അധികൃതർ വരുന്നു. അങ്ങനെ ഏതാണ്ട് ഉച്ചയ്ക്ക് 1:30 മാത്രമാണ് പോലീസിൽ പരാതി നൽകുന്നത്. പരാതി നൽകിയ ശേഷവും പോലീസിന് ഇതങ്ങനെ പ്രകടമായി വലിയ തോതിൽ അന്വേഷിക്കാൻ കഴിയില്ല. കാരണം ഇത്രയും വലിയ കോടിയുടെ പണമാണ് പോയിരിക്കുന്നത്. ആളുകൾ അവിടേക്ക് ഇരച്ചെത്തും. അതിനുശേഷം അത് തന്നെയാണ് സംഭവിച്ചത്. അവിടേക്ക് ആളുകളുടെ ഒരു വലിയ സംഘം എത്തി, വലിയ പ്രതിഷേധമൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. എന്തായാലും വിദഗ്ധരായ കള്ളന്മാരാണ്. അവർ കൃത്യമായി ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പോലീസ് 2 തരത്തിലാണ് വിവരം ബാങ്ക് അധികൃതർ ശ്രദ്ധയിൽപ്പെട്ടത് എപ്പോഴാണ്? 23-നാണ് മോഷണം നടന്നതെന്ന് പറയുന്നു. അടുത്ത ദിവസങ്ങളിൽ അവധിയായിരുന്നു. പിന്നീട് ഇന്നാണോ അതോ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ബാങ്ക് അധികൃതർ ഈ വിവരം അറിഞ്ഞിരുന്നോ? അനുജ, നമുക്ക് മനസ്സിലാക്കുന്നത് ഇവർ ഇത് 26-ാം തീയതി ഉച്ചയ്ക്ക് തന്നെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 26-ാം തീയതി ഉച്ചയ്ക്ക് തന്നെ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ 23-ന് പുലർച്ചെ നടന്നൊരു മോഷണമാണ്. അത് 26 വരെ പോകുമ്പോൾ 24ഉം 25ഉം 2 ദിവസം ഏതാണ്ട് ഈ മോഷ്ടാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ രാജ്യം തന്നെ വിടാനുള്ള സമയം ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഈ ഒരു മോഷണ വിവരം അറിഞ്ഞില്ല എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അത്രയധികം കസ്റ്റമേഴ്സ് ഉള്ള 1400-ലധികം വരുന്ന ചെറിയ പാക്കറ്റുകളിലായി സാധാരണ ഗോൾഡ് ലോൺ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അത്തരത്തിലാണ് ഇത് ഈ ഒരു അറയിൽ സൂക്ഷിച്ചിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ് ഇവർ ആകെ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ആ ഒരു അലമാര മുഴുവൻ ഇവർ അടിച്ചുകൊണ്ടുപോയി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വ്യക്തമായിട്ടുള്ള കാര്യം, ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അങ്ങനെ CCTV ദൃശ്യങ്ങൾ പോലെ അങ്ങനെ എന്തെങ്കിലും തെളിവുകളുണ്ടോ? നിലവിൽ ഒരു തരത്തിലുള്ള തെളിവുകളും ലഭിച്ചിട്ടില്ല. നേരത്തെ ഇവിടുത്തെ സ്ഥലത്തെ SP സംസാരിക്കുന്ന ചില ഭാഗങ്ങൾ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ അതിൽ നിലവിൽ ഒരു തരത്തിലുള്ള സൂചനയും ലഭിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് ഇത് അന്തർ സംസ്ഥാന മോഷ്ടാക്കളാണ് എന്നുള്ള നിലയിലാണ്. നേരത്തെ കർണാടകയിൽ പലതരത്തിലുള്ള ATM കവർച്ചകളും ബാങ്ക് കവർച്ചകളും കർണാടകയിൽ കാനറ ബാങ്കിലാണ് വലിയ കവർച്ച നടന്നിട്ടുള്ളത്. വിജയപുര ജില്ലയിലെ മനഗുളി ടൗൺ ബ്രാഞ്ചിൽ 59 കോടി രൂപ കവർന്നു എന്നുള്ളതാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള വിവരം. ലോക്കറിൽ സൂക്ഷിച്ച 59 കിലോഗ്രാം ആഭരണങ്ങൾ, 5.5 ലക്ഷം രൂപ എന്നിവ നഷ്ടമായ ഒരു അലമാര അപ്പാടെ തന്നെ കവർച്ചാ സംഘം കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ പിന്നിൽ ആരാണ് എന്നൊക്കെയുള്ളതിന് അന്വേഷണത്തിലാണ് പോലീസ്. 23-ാം തീയതി പുലർച്ചെയാണ് ഈ മോഷണം നടന്നിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളൊന്നും ലഭ്യമല്ല എന്നുള്ളത് പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് റഹീസ് നൽകിയ വിവരം.